ജർമ്മനിയിലെ ബെർലിനിലുള്ള പ്രശസ്തമായ CBS യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിലെ പ്രൊഫസർ ഓഫ് ഫിനാൻസും മലയാളിയുമായ പ്രൊഫസർ ഡോക്ടർ ബിനു ഡാനിയൽ എഴുതിയ ശ്രദ്ധേയമായ ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ്. കുറച്ചു വർഷങ്ങളായി യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പ്രത്യേകിച്ച് കുടിയേറ്റത്തെയും അഭയാർത്ഥി പ്രശ്നങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ പല രാജ്യങ്ങളിലും രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര വിഷയമായി മാറിയിരിക്കുകയാണ്. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, നെതർലൻഡ്, സ്വീഡൻ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ശക്തി പ്രാപിക്കുന്നതും അതിനോടൊപ്പം കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ കൂടുതൽ ജനപിന്തുണ നേടുന്നതും യൂറോപ്പിൻ്റെ പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക സമ്മർദ്ദവും ജനങ്ങളുടെ ആശങ്കകളും. ഒരു കാലത്ത് മനുഷ്യാവകാശങ്ങൾക്കും തുറന്ന അതിർത്തികൾക്കും മുൻഗണന നൽകിയിരുന്ന യൂറോപ്പിൽ ഇന്ന് അതിർത്തി നിയന്ത്രണം, ദേശീയ സുരക്ഷ, ദേശീയ സംസ്കാര സംരക്ഷണം എന്നീ വാക്കുകളാണ് കൂടുതൽ കേൾക്കുന്നത്. ഇതിന് പിന്നിൽ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സാമ്പത്തിക സമ്മർദ്ദങ്ങളാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പോൾ വിലക്കയറ്റം, തൊഴിൽ പ്രതിസന്ധി, ഭവനക്ഷാമം, ഊർജ്ജ ചെലവുകളുടെ വർധന തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുകയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് ഉയരുമ്പോൾ അതിൻ്റെ കാരണം കുടിയേറ്റക്കാരാണെന്ന് ചില രാഷ്ട്രീയ ശക്തികൾ പ്രചരിപ്പിക്കുന്നു. വിദേശികൾ സ്വദേശികളുടെ ജോലി സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്നു, സർക്കാർ സഹായങ്ങൾ കുടിയേറ്റക്കാർക്ക് കൂടുതലായി ലഭിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ സമൂഹത്തിൽ ഭയം വളർത്തുന്നു. കുടിയേറ്റവും സുരക്ഷാ ചർച്ചകളും സുരക്ഷാ ആശങ്കകളും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചില കുറ്റകൃത്യങ്ങളും കുടിയേറ്റ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കപ്പെടുമ്പോൾ പൊതുസമൂഹത്തിൽ ഭീതിയും സംശയവും വർദ്ധിക്കുന്നു. എല്ലാ കുടിയേറ്റക്കാരും ഒരേ രീതിയിൽ കാണുന്ന സമീപനം പല രാജ്യങ്ങളിലും ശക്തമാകുന്നതാണ് ആശങ്കാജനകം. യാഥാർത്ഥ്യത്തിൽ നിയമാനുസൃതമായി ജോലി ചെയ്യുകയും നികുതി അടയ്ക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ സംഭാവനകൾ പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ മറയ്ക്കപ്പെടുന്നു. അഭയാർത്ഥി പ്രതിസന്ധിയും അതിർത്തി നിയന്ത്രണവും. അഭയാർത്ഥി പ്രശ്നവും യൂറോപ്പിലെ രാഷ്ട്രീയ ചർച്ചകളെ ശക്തമായി സ്വാധീനിക്കുന്നു. ഉക്രൈൻ യുദ്ധം, മധ്യപൂർവ്വ ദേശങ്ങളിലെ സംഘർഷങ്ങൾ, ആഫ്രിക്കയിലെ രാഷ്ട്രീയ അസ്ഥിരത തുടങ്ങിയവ കാരണം യൂറോപ്പിലേക്ക് അഭയം തേടി വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ഇതോടെ അതിർത്തി നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമായി. ചില രാജ്യങ്ങൾ കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്ന് അഭയാർത്ഥി പ്രവേശനം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റ് ചില രാജ്യങ്ങൾ മനുഷ്യാവകാശങ്ങളുടെ പേരിൽ കൂടുതൽ മാനുഷിക സമീപനം വേണമെന്ന് ആവശ്യപ്പെടുന്നു. യൂറോപ്പിൽ വളരുന്ന വലതുപക്ഷ രാഷ്ട്രീയം. ഈ സാഹചര്യത്തിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വളർച്ച ലഭിച്ചു. കുടിയേറ്റ നിയന്ത്രണം, ദേശീയത, സംസ്കാര സംരക്ഷണം എന്നിവയെ മുൻനിർത്തിയുള്ള പ്രചരണങ്ങൾ സാധാരണ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുകയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ജോലി സുരക്ഷയെയും ഭാവിയെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുമ്പോൾ ഇത്തരം രാഷ്ട്രീയ സന്ദേശങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണങ്ങളും ജനങ്ങളുടെ വികാരങ്ങളെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. നിയമാനുസൃത കുടിയേറ്റക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. ഈ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കുന്നത് നിയമാനുസൃതമായി ജീവിക്കുന്ന കുടിയേറ്റക്കാരാണ്. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ, IT മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ, വിദ്യാർത്ഥികൾ, കെയർ വർക്കർമാർ തുടങ്ങി നിരവധി വിദേശികൾ ഇപ്പോഴും കൂടുതൽ സാമൂഹിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി പറയുന്നു. പ്രധാന ചോദ്യം ഇതാണ്: യൂറോപ്പ് തുറന്ന സമൂഹമായ നിലപാട് തുടരണമോ അതോ കൂടുതൽ അടച്ച അതിർത്തികളുള്ള ദേശീയതാപരമായ വഴിയിലേക്ക് പോകണമോ എന്നുള്ളതാണ്. ഈ ചർച്ചകൾ വരാനിരിക്കുന്ന വർഷങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രീയത്തെയും ലോക കുടിയേറ്റ പ്രവണതകളെയും ശക്തമായി സ്വാധീനിക്കാനാണ് സാധ്യത. ജർമ്മനിയിൽ ആരോഗ്യരംഗം, IT, നിർമ്മാണ മേഖല തുടങ്ങിയ മേഖലകളിൽ ഇപ്പോഴും വിദേശ തൊഴിലാളികൾക്ക് വലിയ ആവശ്യകതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പം കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയ ചർച്ചകളും ശക്തമാകുകയാണ്. സുരക്ഷ, തൊഴിൽ സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളാണ് രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രാധാന്യം നേടുന്നത്. സ്വീഡൻ തുറന്ന നയങ്ങളിൽ നിന്ന് നിയന്ത്രണങ്ങളിലേക്ക്. ഒരു കാലത്ത് അഭയാർത്ഥികൾക്ക് ഏറ്റവും തുറന്ന സമീപനം സ്വീകരിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സ്വീഡൻ.
ബ്രെക്സിറ്റിനു ശേഷം ഇംഗ്ലണ്ടിൽ കുടിയേറ്റ നയങ്ങൾ വലിയ മാറ്റങ്ങൾ കണ്ടു. അതിർത്തി നിയന്ത്രണം ശക്തമാക്കുകയും അനധികൃത കുടിയേറ്റം കുറയ്ക്കുകയും ചെയ്യണമെന്ന് സർക്കാർ കൂടുതൽ ശക്തമായി പറയുന്നുണ്ട്. വിദ്യാർത്ഥി വിസ, കുടുംബ വിസ, ജോലി വിസ എന്നിവയിലും പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം ആരോഗ്യരംഗം, കെയർ സെക്ടർ, IT മേഖല തുടങ്ങിയവയിൽ വിദേശ തൊഴിലാളികളുടെ ആവശ്യകത ഇപ്പോഴും തുടരുന്നു. ഇന്ത്യൻ വംശജരും മറ്റ് നിയമാനുസൃത കുടിയേറ്റക്കാരും ബ്രിട്ടൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും കുടിയേറ്റത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ രാജ്യത്ത് കൂടുതൽ ശക്തമാകുകയാണ്. യൂറോപ്പ് ഇന്നും അവസരങ്ങളുടെ ഭൂമിയാണ്. എന്നാൽ അതോടൊപ്പം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ സാഹചര്യങ്ങൾ തിരിച്ചറിയുകയും യാഥാർത്ഥ്യബോധത്തോടെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.